കേശുട്ടിക്കിപ്പോൾ 6 മന്ത്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നൊരു കുറുക്കുണ്ടാക്കാമെന്ന് കരുതി, കുറുക്കുണ്ടാക്കിയ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഏത്തയ്ക്ക പൊടിയും ചെറുപയർ പൊടി പിന്നെ നമ്മുടെ കുവരക്, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കരിപ്പെട്ടി ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും ഡോക്ടർ അഡ്വൈസ് ചെയ്തത് കരിപ്പെട്ടി കൊടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് തിളപ്പിച്ച വെള്ളം മാത്രമേ നമുക്ക് ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാത്രങ്ങൾ തന്നെ കഴുകി നമ്മൾ ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രങ്ങളിൽ തന്നെ പ്രത്യേകം നമ്മൾ കുറുക്ക് തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്പൂണായാലും ശരി എല്ലാം നമ്മൾ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ ഈ കുവരകും ചെറുപയർ പൊടിയും കൂടെ ഉള്ളത് മിക്സ് ചെയ്തിട്ട് ഞാൻ അരിപ്പ വെച്ച് അരിച്ച് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മറ്റേ ഏത്തയ്ക്കാപ്പൊടി വേറെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഏത്തയ്ക്കാപ്പൊടി ഞാനൊരു അര സ്പൂണേ ഇടത്തുള്ളൂ കേട്ടോ, അര സ്പൂൺ. മറ്റേത് ഞാനൊരു 1 സ്പൂൺ ചേർക്കും. പിന്നെ കുഞ്ഞിൻ്റെ ആവശ്യാനുസരണം ആദ്യം തൊട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പരിചയപ്പെടുത്തിയേ കൊടുക്കാവൂ കുഞ്ഞുങ്ങൾക്ക്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ കട്ട പിടിക്കാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതേ മാറ്റി അരിച്ച് വെച്ചത് ഒന്നും കൂടെ അരിപ്പ വെച്ച് അരയ്ക്കാതെ അരിച്ചെടുക്കാണ്ട് ഞാൻ അല്ലാതെ ഞാൻ മുകളിൽ വെച്ച് തെളിച്ചെടുക്കുകയാണ്. ബാക്കി ഈ കൂരോടെയും ചെറുപയറിൻ്റെയൊക്കെ പൊടി എന്തായാലും എത്ര പൊടിച്ചാലും അത് കാണും. അപ്പോൾ അത് ഉള്ളിൽ ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് അത് ദോഷമാണ്. അപ്പോൾ അത് നമ്മളിതൊന്ന് ഇതാക്കിയെടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുകയാണ്. ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ. നമ്മൾ കൂടെ നിൽക്കണം. നമ്മൾ കൂടെ നിന്ന് സ്പൂണിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട പിടിച്ച് കഴിഞ്ഞുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. കാരണം ഇതിപ്പോൾ ഒരു ഇച്ചിരി വെള്ളം പോലെ ഉണ്ട്. പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മതി.